ഹലോ മിനി റാബിറ്റ്സ്, നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ലോട്ടസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പിങ്ക് കളർ A4 ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഗ്രീനും ഞാനൊരു 9 സെൻറ്റിമീറ്ററിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിങ്കും അതുപോലെ തന്നെയാണ് 8 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, അങ്ങനെ നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ കുറച്ചിട്ടാണ് കേട്ടോ വെട്ടിയിട്ട് എടുക്കുന്നത്. നമുക്ക് ഗ്രീൻ ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിനെല്ലാത്തിനും ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നടുവിലേക്ക് വരുന്ന മാതിരി എല്ലാം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് ഗം ചെയ്യാം. അങ്ങനെ അത് മൊത്തത്തിലൊന്ന് ചെയ്തിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. നമുക്ക് നമ്മളെ 8 സെൻറ്റിമീറ്ററുള്ള സർക്കിൾ എടുത്തിട്ട് ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ്, ഒരു പ്രോസസ്സും മാറ്റമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഗ്രീന് ചെയ്തത് അതുപോലെ തന്നെയാണ് കേട്ടോ പിങ്കും ചെയ്യുന്നത്. മെഷർമെൻറ്റിന് മാത്രമേ മാറ്റുള്ളൂ. ഗ്രീന് 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ പിങ്ക് 8 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ കുറച്ചിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ ഗ്രീൻ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഗം ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. നമുക്കിതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ വലുപ്പത്തിനനുസരിച്ച് ഒന്ന് ഓർഡർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല വലുപ്പമുള്ളത് അടി വെച്ചിട്ട് ചെറുതാവുന്നതനുസരിച്ച് ഇങ്ങനെ മേലത്തേക്ക് വെച്ചെടുത്താൽ മതി. അങ്ങനെ ഞാൻ എല്ലാതും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഗം ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാം കൂടി ഗ്ലൂ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ലോട്ടസിൻ്റെ ഫ്ലവർ തന്നെ ആയിട്ട് കിട്ടും. നമുക്കിതിന് ലീഫ് പോലെയാണ് കേട്ടോ ഞാൻ ഈ ഗ്രീൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ലീഫും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ലോട്ടസ് റെഡിയാവും. നമുക്കിതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൂവും കൂടി വെക്കണം. അപ്പോൾ ഇതുപോലെ കുഞ്ഞതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ട്വിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഗം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്നാക്കിയിട്ട് നമ്മുടെ സെൻറ്ററിൽ നോക്കിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അടിപൊളി ഫ്ലവർ റെഡി.